യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തക്കുകയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ശ്രേഷ്ഠകരമായി ദൈവം നമ്മെ നടത്തുന്നു, നമ്മെ പരിപാലിക്കുന്നു. ഈ വർഷത്തിൻ്റെ 3-ാം മാസത്തിലേക്ക് പ്രവേശിപ്പാനൊക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവം തമ്പുരാൻ്റെ കൃപ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയയും കരുണയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്ന ദൈവം നമ്മെ നടത്തിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഈ പൽക്കാലം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം അനുഭവിച്ച് മുന്നേറുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കേണ്ടതിനായി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില ഇഷ്ടങ്ങളുണ്ട്. അത് ചെയ്യുന്നവരായി നാം മാറ്റപ്പെടുക. സ്തോത്ര. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 143 അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സ്തോത്രം. തൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് തൻ്റെ കഷ്ടതയുടെ വേദനയുടെ മധ്യത്തിലൊക്കെ പറഞ്ഞിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു. 143 സങ്കീർത്തന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കഷ്ടം അനുഭവിക്കുന്ന ദാവീദിൻ്റെ ആത്മാവിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ആ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ താൻ 10-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയാണ്: നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, നമ്മുടെ ഇച്ഛകളും ആഗ്രഹങ്ങളൊക്കെ നാം കർത്താവിനോട് പറയാറുണ്ട്. പക്ഷേ ഈ 3-ാം മാസത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വച്ചിരിക്കുമ്പോൾ, ദൈവമായുസ്സും ആരോഗ്യം തന്നിരിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു ചേഞ്ച് ഉണ്ടാക്കണം. നാം പ്രാർത്ഥിക്കണം കർത്താവിനോട്: കർത്താവ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അത് ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നാം ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ ഇച്ഛകളും ആഗ്രഹങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കാറുണ്ട്. നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ചോദിക്കും: കർത്താവേ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന്. സ്തോത്രം. അത് ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയെത്തുന്നത്. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് ശിഷ്യന്മാർ യേശു കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പിക്കാൻ പഠിക്കുന്ന ആ 11-ാം ലൂക്കോസ് 11-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് ഒടുവിൽ വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു: നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. അവിടെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്: നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പൊ പിതാവിനൊരു ഇഷ്ടമുണ്ട്. അത് എന്തായിരുന്നു? സ്വർഗത്തിലെ പോലെ, സ്വർഗത്തിൽ നടക്കുന്നത് പോലെ അത് ഭൂമിയിലും ആകണമേ എന്ന്. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനാ നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത്. അത് ചെയ്യുവാൻ ഞാനും നിങ്ങൾ തയ്യാറാക്കണം, അല്ലെങ്കിൽ അത് ചെയ്യുവാൻ ഞാനും നിങ്ങൾ ഇച്ഛിക്കണമെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വച്ചിട്ട് നാം ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം നമ്മിൽ സന്തോഷിക്കുവാൻ, ദൈവം നമ്മിൽ പ്രസാദിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ഇഷ്ടങ്ങൾ കാണും. അവർ ഇന്നത് ചെയ്യണം, ഇല്ലെങ്കിൽ ഇന്നതായി തീരണമെന്ന്. അവർ അതിലേക്ക് ചലിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ, അല്ലെങ്കിൽ അവർ അതിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ, സ്വന്തം ജീവനെ തന്ന് നമ്മെ വീണ്ടെടുത്ത് പ്രിയ മക്കളാക്കി നമ്മെ തീർത്തിരിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് ഞാൻ നിങ്ങൾ ചലിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോഴാണ്
സ്വർഗം സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്, കർത്താവിന് മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് കർത്താവിന്റെ ഇഷ്ടങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെ കുറിച്ച് കർത്താവിന്റെ ഹൃദയത്തിനകത്ത് ചില ഇഷ്ടങ്ങൾ, ചില പ്ലാനുകൾ, ചില പദ്ധതികളുമുണ്ട്. ചിലപ്പോൾ അത് വേദനയും പ്രയാസങ്ങളും കൂടിയൊക്കെ കടക്കേണ്ടി വരും. പക്ഷെ എന്നാൽ ആ ഒരു ഇഷ്ടങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാക്കണം. ഇവിടെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുന്നുണ്ട്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനയാണ്, എന്നെ പഠിപ്പിക്കണം. അപ്പൊ ആ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യണമെങ്കിൽ നാം എന്ത് ചെയ്യുന്നു? ഒരു പഠിപ്പിക്കലിൽ കൂടി നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അവിടെ കാണുന്നു, നീ എന്റെ ദൈവമാകുന്നല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാക്കണമേ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഈ പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ, നാം നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ആ ദൈവത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക്, ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ചുള്ള ചില ഇഷ്ടങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ നിങ്ങൾ ഒന്ന് മാറുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്ന തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിതാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്ത ഒരു പുത്രനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ പുത്രനെ ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി തന്നത് നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. ആ ഒരു ഇഷ്ടം പൂർണ്ണമായിട്ട് നിറവേറ്റുന്ന ഒരു പുത്രനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തിരുവചനത്തിലേക്കൊക്കെ നമുക്ക് ഉടനീളം നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസ് 22 അധ്യായം അതിന്റെ 42 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഗെത്സമന തോട്ടത്തിൽ താൻ അതിവേദനയോട് പിതാവിനോട് ഒരു പ്രാർത്ഥന കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. താൻ കുടിക്കാൻ പോകുന്ന പാനപാത്രത്തിന്റെ കാഠിന്യം എത്രയെന്ന് തനിക്കറിയാം, പുത്രനറിയാം. എന്നാൽ തന്നെയും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസ് 22 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. 42 വാക്യത്തിൽ പറയുന്നുണ്ട്, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ പിതാവിനോട് പുത്രൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്റെ ഇഷ്ടമല്ല, എനിക്കറിയാം, എനിക്ക് ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രത്തിന്റെ വലിപ്പം ഇല്ലെങ്കിൽ അതിന്റെ കാഠിന്യം, കഷ്ടത എത്രത്തോളം എന്നറിയാം. പക്ഷേ പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ പാനപാത്രം അവിടെ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമുക്കെപ്പോഴും സന്തോഷത്തോടൊക്കെ ആയിരിക്കണം. ആ ഒരു സിറ്റുവേഷൻ, നമുക്ക് കഷ്ടത അനുഭവിക്കുമ്പോൾ നമുക്ക് വേദനയും പ്രയാസമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ചില കഷ്ടതയ്ക്ക് അകത്ത് അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നാം ചിലതിൽ കൂടി കടന്നു പോകുക, നാം ചിലതിൽ കൂടി കടന്നു പോയിട്ട് നിത്യത അനേക കഷ്ടതയിൽ കൂടി കടന്ന് നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ദൈവം അത് വച്ചിരിക്കുന്നതാണ്. പക്ഷെ കഷ്ടത സഹിക്കുവാൻ പലപ്പോഴും ഞാനും നിങ്ങൾ വിസമ്മതിക്കാറുണ്ട്. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, സ്വന്തം പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല. അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന തന്റെ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിക്കുന്ന ഒരു പുത്രനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ നമുക്ക് തുടർന്നുള്ള ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ അവനെ പ്രത്യക്ഷനായി. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ ഒരു ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി തന്നെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ ചിലത് ചെയ്യണം, അല്ലെങ്കിൽ നീ ചിലത് കൂടെ കടന്നു പോകണമെന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക്, അപ്പൊ അങ്ങയുടെ ഇഷ്ടം ഇതാണെങ്കിൽ അത് ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിൽ കൂടി കടക്കുവാൻ ഇടയാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കുവാൻ, നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് മാറുവാൻ തയ്യാറാകുമ്പോൾ, നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് മാറ്റി ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാകുമ്പോൾ, പ്രിയ ദൈവമക്കളെ, അതിനെ ജയിക്കുവാൻ, അതിനെ പൂർത്തീകരിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ കൃപയെ നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയെത്തിരും. ഈ പകൽക്കാലം നാം ചിന്തിക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണോ നാം മൂവ് ചെയ്യുന്നത്? അല്ല, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കാണോ? ദൈവത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് നാം മാറ്റപ്പെടുന്നവരായി തീർണമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. തിരുവചനത്തിലെല്ലാം നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 5-ാമത്തെ 30-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ
ചെയ്യുവാൻ കഴിയുന്നതല്ല. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്റെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളവയാകുന്നു. നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവിന്റെ ജീവിതത്തെ പറ്റി രാത്രി മുഴുവനും പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പുത്രനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് പിതാവ് തന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു ഇഷ്ടങ്ങൾ പകരുവാനായിട്ട് ഇടയെത്തിരുന്നു. ആ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തിരുന്നു. ആ ഇഷ്ടത്തിന് ഒത്തവണ്ണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. താൻ പകൽക്കാലം മുതൽ തന്റെ മിനിസ്ട്രി ചെയ്യുവാനായിട്ട് എടുത്ത് അവിടെയാണ് ആ ദൈവത്തിന്റെ ഇഷ്ടവും തന്റെ പുത്രന്റെ ഇഷ്ടവും തമ്മിൽ കൂട്ടിമുട്ടുവാൻ ബന്ധത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്, വിടുതലുകൾ നടക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അകത്തൊക്കെ മറുപടികൾ വെളിപ്പെടുവാനായിട്ട് ഇടയെത്തുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഓരോ വിഷയത്തിനകത്ത് കടന്നു പോകുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിയണം, നാം മനസ്സിലാക്കണം. സ്തോത്രം. ഇവിടെ കാണുന്നു, എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത്. നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് മാറിയിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നാം ഇച്ഛിക്കുന്നവരായിരിക്കണം, ആഗ്രഹിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അവിടെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ആവശ്യമെന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതി. അപ്പൊ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ഒരു പൂർണ്ണ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ ഒരു സഹിഷ്ണുത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റോമർക്ക് ലേഖനത്തിൽ പറയുന്നു, കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണു സിദ്ധത. അപ്പോൾ ഒരു കഷ്ടതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് നിങ്ങൾ അത് മനസ്സിലാക്കണം. സ്തോത്രം. ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നതാണ്. അത് നാം ചെയ്യുവാനായിട്ട് ഇച്ഛിക്കുവാൻ ആഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിനക്കൊരു സന്തതിയെ തരും, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കുമെന്നൊക്കെയും. പക്ഷെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, സാറ അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വയസ്സായി, അതുകൊണ്ട് നീ ഹാഗറിന്റെ അടുക്കലേക്ക് കടന്നു പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇസ്മായിൽ ഉണ്ടാകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ തന്റെ ജീവിതത്തിനകത്ത് വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസാക്ക് ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ഇവിടെ കാണുന്ന ഇസ്മായിൽ തനിക്കൊരു ഒരു ബുദ്ധിമുട്ടാകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഈ സാറ ഒരു പരിഹാസ്യാണെന്നുള്ള ഒരു ചിന്തയ്ക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ എന്ത് ചെയ്യുന്നു, ഇസ്മായിലിനെ അവർ പുറത്താക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഒരു അനുഭവത്തിൽ അബ്രഹാമിന് വേദന ഉണ്ടായി. ദൈവത്തോട് പറയുമ്പോൾ യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, സാറ എന്തു പറയുന്നു അതനുസരിച്ച് ചെയ്യുക. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് നാം കാത്തിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹത്തിനായിട്ട് ഞാനും നിങ്ങൾ വിധേയപ്പെടുത്തി കാത്തിരിക്കുവാൻ തയ്യാറാകാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മൂവ് ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ അതിനകത്ത് കടന്നു വരുന്ന ചില പ്രശ്നങ്ങളുടെ അകത്ത് എന്റെ കർത്താവ് ഇടപെടുകയില്ല. നാം തന്നെ ആ പ്രശ്നത്തെ പരിഹരിക്കേണ്ടി വരുന്നുണ്ട്. അവിടെ അബ്രഹാമിനോട് അതാ പറഞ്ഞത്, സാറ എന്തു പറയുന്നു അതുപോലെ നീ ചെയ്തു കൊള്ളുക. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ മൂവ് ചെയ്യുവാൻ തയ്യാറായപ്പോ നാം ചിന്തിക്കണം, ഹല്ലേലൂയ, നാം എന്തൊരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുമ്പോഴോ സാഹചര്യങ്ങൾ അനുസരിച്ച് ഞാനും നിങ്ങൾ മൂവ് ചെയ്യുകയല്ല. അതിനകത്ത് ദൈവത്തിന്റെ ഇഷ്ടമാണോ, അത് ഞാൻ ഇതിൽ കൂടി കടന്നു പോകുന്നത്, ഈ വഴി തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ പാത ഞാൻ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണോ എന്ന് ഞാൻ നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയെത്തണം. സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ മറ്റുള്ളവർ നമ്മോട് പലതും പറഞ്ഞിരിക്കും, ഇത് ദൈവ ഇഷ്ടമായിരിക്കാം. നോഹല്ലേലൂയ. നാം ചിലത് തിരിച്ചറിയുവാനായിട്ട് ഇടയെത്തണം. യേശു കർത്താവിനോട് പത്രോസ് പറയുന്ന ഒരു കാര്യം ഉണ്ട്, ഇത് നിനക്ക് പാടില്ല. ക്രൂശീകരണത്തിനെ പറ്റി പറയുന്ന ഒരു സാഹചര്യത്തിൽ, തന്റെ മരണത്തെ പറ്റിയൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു, യേശു കർത്താവ് അവിടെ ശ്വാസിക്കുന്നുണ്ട്, നീ എന്റെ ഇഷ്ടമല്ല, നീ പിതാവിന്റെ ഇഷ്ടമല്ല ചിന്തിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ വേണമെങ്കിൽ യേശു കർത്താവിന് അയ്യോ ഞാൻ മരിക്കാതിരിക്കുക എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ ഇവൻ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞ് തനിക്ക് വേണ്ടി വ്യതിചലിക്കാം. അതല്ല,
താൻ ഏത് ആത്മാവിൽ നിന്നുകൊണ്ടാണ് പത്രോസ് അത് പറഞ്ഞതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അവിടെ ജീവിതത്തിൽ നിന്ന് ശ്വാസിച്ചകറ്റുന്നത് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ചില കാര്യങ്ങൾ കടന്നു വരുമ്പോ സാഹചര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് മറ്റുള്ള നമ്മോട് പറഞ്ഞിക്കാം ഇത് ദൈവ ഇഷ്ടമേ. പക്ഷേ ഞാൻ നിങ്ങളും അതിനെ തിരിച്ചറിയണം, ഞാൻ നിങ്ങൾ അതിനെ മനസ്സിലാക്കണം, അതിനെ നമ്മൾ വിവേചിക്കുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. അവിടെയാ നമുക്ക് ജയിക്കുവാൻ കഴിയുന്നത്. സ്തോത്ര. അവിടെ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് കടന്നു വരുന്നത് എല്ലാം ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ചിലത് നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ നാം എടുത്തു ചാടുകയല്ല ചെയ്യേണ്ടത്. നാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ അതിനകത്ത് ദൈവത്തിന് മഹത്വപ്പെടുവാൻ കാരണമായി തീരുമോ, ദൈവം അതിന് പ്രസാദിക്കുന്നതാണോ എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയെത്തണം. നാം ദൈവ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ കഷ്ടതയായിരിക്കാം, ചിലപ്പോൾ പ്രയാസമാണെങ്കിൽ ഞാനും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുവാൻ തയ്യാറാക്കണം. ഇല്ലെങ്കിൽ നഷ്ടങ്ങളുടെ കണക്ക് നമുക്ക് തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ചില കഷ്ടതയുടെയും വേദനയുടെയും മധ്യത്തിലൊക്കെയോ അവർ ചലിക്കുവാൻ, അവർ ദൈവ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ തയ്യാറായപ്പോ അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന തിക്ത അനുഭവങ്ങൾ, നഷ്ടങ്ങളുടെ വലിയ പട്ടികകൾ. സ്തോത്രം. പിന്നെ നാം അവിടെ നിന്നുകൊണ്ട് നിലവിളിക്കുക, കർത്താവേ ഞാൻ ഇത്രയൊക്കെ കഷ്ടത അനുഭവിക്കും, നീ എന്തേ എനിക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയ ദൈവമക്കളെ ചില കാര്യത്തിനകത്ത് ദൈവം മൗനമായിട്ടിരിക്കും. കാരണം നാം സഞ്ചരിച്ച റൂട്ട് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആയിരുന്നില്ല. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് നീ ചില കഷ്ടതയുടെ നടുവിൽ കൂടി നിൽക്കുക എന്നതായിരിക്കാം. പക്ഷേ നാം അതിനകത്ത് നിൽക്കുവാൻ തയ്യാറാകുമ്പോ അവിടെ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്, അവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്, അവിടെ നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാനായിട്ട് ഇടയത്തിന. അങ്ങനെ ഈ പകൽക്കാലം ചിന്തിക്കുക, ഞാൻ നിങ്ങൾ സഞ്ചരിക്കുന്ന റൂട്ട് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണോ? നമ്മുടെ തലമുറകൾ സഞ്ചരിക്കുന്ന റൂട്ട് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണോ? സ്തോത്രം. നാം ദൈവസ്ഥനെ വളരെയധികം പ്രാർത്ഥിക്കണം. കർത്താവേ, തലമുറയുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഇഷ്ടമില്ലാത്തതൊന്നും നടക്കരുതേ. സ്തോത്രം. ഹല്ലേലൂയ. നാം നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പേയും നാം ഏത് റൂട്ടിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പേയും ദൈവത്തിന്റെ ഇഷ്ടം അതാണോ എന്ന് ഞാനും നിങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കർത്താവിനോട് ചോദിക്കുവാൻ തയ്യാറാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് ഞാൻ നിങ്ങൾ ചലിക്കുവാനായിട്ട് ഇടയെത്തുന്ന അവിടെ പാതകളെ നിരപ്പാക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്ന യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് അത് ചെയ്യുവാനായിട്ട് കഴിയണം. സ്തോത്രം. അത് മാത്രമല്ല, യോഹന്നാൻ 6:38 കാണുന്നു, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്റെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തിനാ പുത്രൻ ഇറങ്ങി വന്നത്? പിതാവിനെ തന്റെ പുത്രനെ കുറിച്ചുള്ളൊരു ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്, അവനെ തകർത്ത് കളയുവാൻ അവന് ഇഷ്ടം തോന്നി. എന്തിനു വേണ്ടി? എന്നെ നിങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. ഒരു തകർച്ചയുടെ അനുഭവത്തിലേക്ക് അവന് ആളറിയുവാൻ കഴിയാതെ വണ്ണ അവനെ വിരൂപമാക്കി തീർത്തു എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്തിനു വേണ്ടി? പിതാവിന് ഇഷ്ടം തോന്നിയത് എന്തിനു വേണ്ടിയാ? എന്നെ നിങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, എന്നെ നിങ്ങളെ ഒരു മറുവിലയ്ക്ക് വേണ്ടി പിതാവിനെ തന്റെ പുത്രനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി. പ്രിയ ദൈവമക്കളെ, ചില തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ അതിനകത്തൊക്കെയും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയത്തിന് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനികയിരിക്കും, ചത്താലോ അധികം ഫലം കായ്ക്കും. ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യുന്നു? ഒരു ദൈവ പദ്ധതി ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അവിടെ 10 നമുക്ക് കാണുവാൻ സാധിക്കുന്നു, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ഇഷ്ടത്താലാണ് തന്റെ പുത്രനെ തകർത്ത് കളയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ ഒരു തകർച്ചയുടെ അനുഭവത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സുഖം അനുഭവിക്കുന്നെന്ന് പറയുമ്പോൾ ഓക്കെ, നമുക്ക് സന്തോഷമാ. പക്ഷേ ക്രിസ്തുവിന്റെ ക്രൂശ് എടുക്കുക, ക്രിസ്തുവിന്റെ ക്രൂശ് ഗമിക്കുക, അനുഗമിക്കുക എന്ന് പറയുമ്പോ നാം പിറകിലേക്ക് വലിക്കും. പക്ഷേ പ്രിയ ദൈവമക്കളെ, കർത്താവ് കൊടുത്ത വില വലുതാണ്. ആ വിലയുടെ മഹത്വം, ആ വിലയുടെ വിടുത്തലാണ് ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്നത്. അങ്ങനെയൊക്കെ ചില കഷ്ടതയിൽ കൂടി തിരുവചനത്തിൽ അനേക കഷ്ടതയിൽ കൂടി കടന്ന് ദൈവരാജ്യത്തിൽ കടക്കുക എന്നതാണ് ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുന്നത്.
നമ്മുടെ ജീവിതത്തിനകത്ത് ചില കഷ്ടതകൾ ദൈവം അനുവദിക്കുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ച് എനിക്കിത് അനുഭവിക്കാൻ വയ്യെന്ന് പറഞ്ഞ് മാറിപ്പോകുകയല്ല, അതിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുക. പുത്രൻ തന്റെ പിതാവിന്റെ കരങ്ങളിലേക്ക് പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറായപ്പോ സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കി തന്നെ ശക്തീകരിച്ചു എന്ന് ഞാൻ പറയുവാനായിട്ടിടയെ തീർന്നു. ഹല്ലേലൂയ. നമുക്ക് ചിലത് സഹിക്കുവാനുള്ള ശക്തിയെ ദൈവം തരും, ചിലതിനെ ജയിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കാം. ഇവിടെ യേശയ്യാ പ്രവചനത്തിൽ കാണുന്നു, അവനെ തകർത്ത് കളയുവാൻ. ഹല്ലേലൂയ. അവന് ആളറിയാത്ത രീതിയിൽ അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. എന്തിനാ? നമ്മോടുള്ള ഇഷ്ടം ഹേതുവായി. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് ആ ഒരു ആത്മഭാരത്തെ എടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്? നമ്മ ഈ ലോകത്ത് ദൈവം ആയുസ്സോടും ആരോഗ്യത്തോടും വച്ചിരിക്കുന്നതിന് ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് നമ്മെ കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം അതിലേക്കൊന്ന് കടക്കണം. നമ്മുടെ വിടുതലെ, നമ്മുടെ അനുഗ്രഹം, നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രം കർത്താവിനോട് പറഞ്ഞ് അതിലേക്ക് സ്റ്റെപ്പ് വയ്ക്കാതെ നാം കർത്താവിനോട് പ്രാർത്ഥിക്കണം. അപ്പാ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ഇപ്പോൾ കാലം എന്റെ തലമുറയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? എന്റെ ശുശ്രൂഷയെ കുറിച്ച് ദൈവം എന്താണ് ഇഷ്ടപ്പെടുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് നാം ചലിക്കുവാനായിട്ടിടയെത്തുമ്പോ ലോകം നമ്മെ നല്ലെന്ന് പറയത്തില്ല, ലോകം നമ്മുടെ കൂടെ നിൽക്കത്തില്ല, നമ്മെ ഒറ്റപ്പെടുത്താം, നമ്മെ മാറ്റി നിർത്താം. പക്ഷേ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മെ കൈവിടാത്ത ഒരു കർത്താവുണ്ട്. സ്തോത്രം. വചനത്തിൽ കാണുന്നു, അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ പിതാവ് തന്റെ പുത്രനെ തകർത്തു കളഞ്ഞു. അങ്ങനെ അത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം നമ്മെ കുറിച്ച് ദൈവത്തിന് ചില ഇഷ്ടങ്ങളുണ്ട്, ദൈവത്തിന് ചില ഇഷ്ടങ്ങളുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ ഒരു പൂർണ്ണ സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. അപ്പൊ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവ ഇഷ്ടം വെളിപ്പെടണം. അതിനൊരു സഹിഷ്ണുത വേണം, അതിനൊരു കാത്തിരിപ്പ് ഉണ്ടായിരിക്കണം. സ്തോത്രം. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ യാത്ര എങ്ങനെയാണ്? ദൈവത്തിന്റെ ഇഷ്ടം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ടും നാം വ്യതിചലിച്ച് മാറിപ്പോകുന്നവരാണോ? നാം എപ്പോഴും ചിന്തിക്കണം, നാം നമ്മെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, ശത്രുമണ്ഡലം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ചില ഇഷ്ടങ്ങളുണ്ട്, പിതാവ് നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില ഇഷ്ടങ്ങളുണ്ട്. നാം വ്യതിചലിക്കേണ്ടത്, നാം മൂവ് ചെയ്യേണ്ടത് കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയത്രേ. സ്തോത്രം. ഈ പകൽക്കാലം ആരെങ്കിലും ആ കർത്താവിന്റെ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ആ കർത്താവിന്റെ ഇഷ്ടങ്ങളിലേക്ക് കയറി വരിക. സ്തോത്രം. അതെ, ദൈവത്തിന് നിന്നെ കുറിച്ച് വ്യക്തമായ ചില ഇഷ്ടങ്ങളുണ്ട് എന്ന് അതിലേക്ക് കടക്കുവാൻ കഴിയാതെ പലതും നിന്റെ മുമ്പാകെ കൊണ്ടുവന്ന് ശത്രുവിന്റെ ഇഷ്ടത്തിലേക്ക് നിന്നെ വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, ചിലരെ കർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് ദൈവം മടക്കി വരുത്തുന്ന പകൽക്കാലം അത്രേ. ഓ ഹല്ലേലൂയ. ചില നഷ്ടങ്ങളും ചില വേദനകളും ചില പ്രയാസങ്ങളും നിന്റെ ജീവിതത്തിലുണ്ട്. അവിടെ നിന്നുകൊണ്ട് നീ ചിന്തിച്ചു നോക്ക, ഞാൻ എന്റെ കർത്താവിന്റെ ഇഷ്ടത്തിന് തന്നെയാണോ ഞാൻ ചലിച്ചത്? ഹല്ലേലൂയ. ഞാൻ കർത്താവിന്റെ ഇഷ്ടത്തിൽ തന്നെയാണോ ഞാൻ മുന്നോട്ട് പോയത് എന്ന്. സ്തോത്രം. നമ്മൾ ആത്മാവിന് നമ്മെ വിധേയപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കടന്നു വരുമ്പോ ആത്മാവ് പൗലോസിനെ പല സാഹചര്യങ്ങളിൽ നിർബന്ധിക്കുന്നു, പല കാര്യങ്ങളിലേക്ക് മാറ്റിവിടുവാൻ തയ്യാറാക്കുമ്പോ, പല സ്ഥലത്ത് പോകരുതെന്നോ ആത്മാവ് അവന് പ്രേരണ കൊടുക്കുമ്പോ അതിനൊത്തവണ്ണം എന്ത് ചെയ്യുന്നു? പൗലോസ് നീക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം സ്തോത്രം, ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവ ഇഷ്ടത്തിനു വേണ്ടി ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറായ ഞാൻ പറയത്തില്ല ഒരിക്കലും കഷ്ടതയില്ല വേദനയില്ല എന്ന് പറയില്ല. പക്ഷേ ചില തകർച്ചകളും കഷ്ടങ്ങളും കടന്നു വരുമെങ്കിലും അത് പിന്നത്തെ മഹത്വത്തിലേക്ക് ഞാൻ നിങ്ങൾ എത്തുവാനായിട്ടിടയായിത്തീരാ, ഒരു തേജസ് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. സ്തോത്ര. ഹല്ലേലൂയ. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നാം തിരിച്ചറിയുക. അന്ത്യകാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ പ്രിയതേ മക്കളെ, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഒത്തിരി ഇച്ഛകളുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഹൃദയത്തിന്റെ അടുക്കിലേക്ക് ഒന്ന് ചെന്നിരുന്നിട്ട് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പാ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. എന്നെ കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എന്താണ്?
അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞ് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം. ആ കാൽവരി ക്രൂശിൽ കടക്കുമ്പോഴും തന്റെ പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റുന്ന ഒരു പുത്രനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തിനു വേണ്ടിയാ? എന്നെ നിങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. ഞാനും നിങ്ങളും തകരപ്പെടേണ്ട ഇടത്ത് കർത്താവ് തകരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനും നിങ്ങൾ മുറിവേൽക്കേണ്ട ഇടത്ത് കർത്താവ് മുറിവേൽക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഇതെല്ലാം പിതാവിന്റെ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ഈ പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ, നമ്മെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊക്കെയും ദൈവത്തിന് വ്യക്തമായ ചില ഇഷ്ടങ്ങളുണ്ട്. സ്തോത്രം. നാം മാറിപ്പോകാനായിട്ട് ഇടയായിത്തീരുത്. ശത്രു നമ്മോട് പറഞ്ഞിരിക്കാം, ഇത് വേദനയുള്ളതാ, ഇത് പ്രയാസമുള്ളതാ, നീ ഈ റൂട്ടിലേക്ക് നിന്നുകൊള്ളുക എന്ന് പറഞ്ഞ് പലതും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാം. പക്ഷേ നാം നിങ്ങൾ തിരിച്ചറിയണം, ഹല്ലേലൂയ, ചിലതിൽ കൂടി കടന്നു പോകണമെന്നത് ദൈവത്തിന്റെ പദ്ധതി എങ്കിൽ അതിൽ കൂടി കടന്നു പോയാൽ മാത്രമേ നമുക്കിത് എന്ത് ചെയ്യും, നമുക്കായി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തം പ്രാപിച്ചെടുപ്പാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. ഇടുക്കോ ഞെരുക്കവുമായിട്ടുള്ള വഴികളായിരിക്കാം നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ അതിനകത്തും നമുക്ക് വേണ്ടതൊക്കെയും തന്നു പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തുവാൻ തയ്യാറാക്കുക. അവിടെയാ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കുന്ന. യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, എന്റെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തെ തികയ്ക്കുവാൻ ഞാനും നിങ്ങളും ഒരുക്കപ്പെടണം. യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നു. ആ പിതാവിന്റെ ഇഷ്ടങ്ങൾ അതേ രീതി നിറവേറ്റിക്കൊണ്ട് തന്റെ പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു പുത്രനുണ്ട്. സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയതേ മക്കളെ, ഈ 2025 മാർച്ച് മാസത്തിൽ കടന്നു വന്നിരിക്കുമ്പോ നാം ഒത്തിരി നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു കാണുമായിരിക്കാം. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കട്ടെ. ഈ 3-ാം മാസത്തെ കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? നിന്റെ ഇഷ്ടം എന്താണ്? അത് എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. നിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ ഒന്ന് കരം പിടിച്ച് ഇറക്കണമേ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രിയതേ മക്കളെ, ഇന്ന് നിങ്ങളെ കർത്താവ് തൊടുവാനായിട്ട് ഇടയെത്തിരും. ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുവാനായിട്ട് ഇടയെത്തിരും. ഹല്ലേലൂയ. കഠിനമായ ശോധനയുടെ നടുവിലും കർത്താവിന്റെ ഭക്തിയെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിന്നെ തള്ളിക്കളയാത്തൊരു കർത്താവുണ്ട്. സ്തോത്രം. അവിടെ നാം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുക. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യരുടെ ഇച്ഛകൾക്കല്ല, മനുഷ്യന്റെ ഇഷ്ടങ്ങൾക്കല്ല നാം വ്യതിചലിക്കേണ്ടത്. മനുഷ്യരെ നമുക്ക് ഒത്തിരി പ്രീതിപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. പക്ഷേ അതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കുകയല്ല. പക്ഷേ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതി ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ ഇടയായി തീർണം. പിതാവിന്റെ ഇഷ്ടം ചെയ്ത് തന്റെ ആത്മാവിനെ കർത്താവ് പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഒരു പുത്രൻ നമുക്ക് മാതൃകയുണ്ട്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, വിശ്വാസത്തിന്റെ നായനും പൂർത്തി വരുത്തുന്നവരുമായ ആ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിച്ച് തന്നെ ചിലതൊക്കെ അലക്ഷ്യമാക്കി കളഞ്ഞു. തന്റെ മുമ്പിൽ കടന്നു വന്ന അപമാനം, തന്റെ മുമ്പിൽ കടന്നു വന്ന പ്രശ്നങ്ങളൊക്കെയും താൻ വിട്ടുകളഞ്ഞിട്ട് തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്തു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇവിടെ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് പ്രതിഫലം തരുന്ന ഒരിടമുണ്ട്. നമുക്ക് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാനായിട്ടുള്ളൊരു ടൈമുണ്ട്. അവിടെ ഞാനും നിങ്ങൾ ചിലത് പ്രാപിക്കണമെങ്കിൽ ഈ ലോക ജീവിതം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ആയിരിക്കണം. അങ്ങനെ ഞാനിവിടെ പറയട്ടെ, സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഈ 3-ാം മാസത്തിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒത്തിരി കർത്താവിനോട് നിരത്തി വെക്കാറുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു പ്രാർത്ഥന കൂടെ ആഡ് ചെയ്യുവാൻ കഴിയുമോ? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ.
നാം തിരിച്ചറിയുക, നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് ചെന്നിട്ട് കർത്താവിനോട് ചോദിക്കുക. കർത്താവിന് നമ്മെക്കുറിച്ച്, കർത്താവിൻ്റെ ഉള്ളിനകത്ത്, ആ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മെക്കുറിച്ചുള്ള ചില ഇച്ഛകൾ, ആഗ്രഹങ്ങളുണ്ട്. സ്തോത്രം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ വളർന്നു വരുന്നത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകുവാനായിട്ടിടയായിത്തീരും. പക്ഷെ നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴോ നമുക്ക് വേദന ഉണ്ടാകും, നമുക്ക് ഭാരങ്ങൾ ഉണ്ടാകും. പക്ഷേ പ്രിയതേ മക്കളെ, നാം കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുമ്പോഴാണ് കർത്താവ് നമ്മിൽ സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ അടുക്കിലേക്ക് ഒന്ന് ചെന്ന് നിന്നിട്ട് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പ എന്നെക്കുറിച്ച് എന്താണ് അപ്പൻ ആഗ്രഹിക്കുന്നത്? അത് ചെയ്യുവാൻ, ആ ഇഷ്ടം എന്നെ നിറവേറുവാൻ എന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു തരുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവ ഇഷ്ടം ചെയ്യുവാൻ നാം ഇച്ഛിക്കുക. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് കർത്താവ് ഇന്ന് ചിലരെ അടുപ്പിക്കുന്ന പകൽക്കാലം അത്രേ. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഇച്ഛകളും ആഗ്രഹങ്ങളും ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന പകൽക്കാലം അത്രേ. അതിനെതിരാ നിൽക്കുന്ന ചിലതിനെ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റും. ചിലരുടെ റൂട്ടുകളെ പരിശുദ്ധാത്മാവിന് തിരുത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. കർത്താവിനോട് വലിച്ചടിപ്പിക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ സമയങ്ങളില്ല. ഓരോ ദിവസവും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ ആ ഓരോ ദിവസവും നാം പ്രാർത്ഥിക്കണം. ഇന്ന് എന്നെക്കുറിച്ച് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അത് ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കണമേ, അത് ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, അത് ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ മാറ്റിവെക്കുന്നു. എത്ര പേർക്ക് രാത്രി പകൽക്കാലം പറയാൻ കഴിയാം, എൻ്റെ ഇച്ഛകൾക്ക് ഞാൻ ഓടി, എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഓടി, അപ്പ ഞാൻ ഇതൊക്കെ മാറ്റിവെക്കുന്നു. ഇനി എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങയുടെ ഇഷ്ടം ഫില്ലാക്കണമേ, അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ആക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ? ആ ഹൃദയത്തിനകത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ. ചിലപ്പോൾ കർത്താവിനെ കുറിച്ച് ചിലരോട് പറയുവാനായിരിക്കാം, കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വയ്ക്കുവാനായിരിക്കാം. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ആ കർത്താവിന്റെ ഇഷ്ടം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ. അതുകൊണ്ട് ശിഷ്യന്മാരോട് യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പറഞ്ഞത്, എന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. അതേ ഭൂമിയിൽ നമ്മളിൽ കൂടിയ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവ് നമ്മെ ഓരോ ആയുധമായിട്ട് ഉപയോഗിച്ച് വച്ചിരിക്കുന്നത്. പ്രിയതേ മക്കളെ, നാം അതിലേക്ക് ഇറങ്ങുമ്പോ ഈ ഭൂമിയിലും കർത്താവിന്റെ ഇഷ്ടം നിറവേറുവാനായിട്ട് ഇടയത്തിലും അതിന്റെ ഓരോ ആയുധങ്ങളാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി പൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ദാവീദ് പ്രാർത്ഥിച്ച പോലെ, നീ എൻ്റെ ദൈവമാകുന്നു, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ആ ഒരു നേർനിലത്തിൽ കൂടി കടന്നുപോയി കർത്താവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഇപ്പോൾ കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. നാം തിരിച്ചറിയാ കർത്താവിന് നമ്മെക്കുറിച്ച് ചില ഇഷ്ടങ്ങളുണ്ട്. ഹല്ലേലൂയ. നാം അതിലേക്ക് മൂവ് ചെയ്യണം. അതിനകത്ത് നമ്മുടെ വിടുതലുണ്ട്. ഹല്ലേലൂയ. പല വിടുതലുകളും തടയപ്പെടുന്നത് കർത്താവിന്റെ ഇഷ്ടത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നത് കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ചിലയിടത്ത് നാം കാത്തിരിക്കേണ്ടി വരും, ചില പ്രയാസങ്ങളിൽ കൂടി നാം കടക്കേണ്ടി വരും. പക്ഷേ നമ്മൾ അതൊക്കെ കാണുമ്പോൾ നാം റൂട്ട് മാറുവാനായിട്ടിടയത്തിലും മുമ്പിൽ ചില ഓഫറുകൾ കടന്നു വരുമ്പോൾ നാം പറയും, ഓ ഇതായിരിക്കും ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് നാം വ്യതിചലിക്കാറുണ്ട്. പക്ഷെ പ്രിയതേ മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു കാര്യത്തിന് തീരുമാനം എടുക്കുന്നതിന് മുമ്പാകെയും നീ ദൈവസനി വ്യക്തമായി ദൈവ ശബ്ദം കേട്ട് ചലിക്കേണ്ടതിനായിട്ട് നീ മൂവ് ചെയ്യുവാനായിട്ട് ഏൽപ്പിക്കപ്പെടണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ നാം പലരെയും വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ആലോചന ചോദിക്കാറുണ്ട്. അവർ സാഹചര്യങ്ങൾ നോക്കിയിട്ടൊക്കെയും പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷെ അതല്ല, സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തെ മാറ്റുവാനല്ല. അതിനകത്ത് സാഹചര്യങ്ങൾ പ്രതികൂലമായി തീരുമ്പോഴും അതിനകത്ത് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ചിലതുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ആരംഭത്തിൽ പറഞ്ഞല്ലോ, പത്രോസ് സാഹചര്യം നോക്കിക്കൊണ്ടാ പറഞ്ഞത്, കർത്താവ് നിനക്കത് ഒരിക്കലും ഭവിക്കാൻ പാടില്ല. യേശു കർത്താവ് എന്തു പറഞ്ഞു? അവന് മേൽ പറയിപ്പിച്ച ആത്മാവിനെ നോക്കിക്കട്ട കർത്താവ് അതിനെ പുറത്താക്കിയത്. കാരണം ദൈവത്തിന്റെ ഇഷ്ടമാണ് ആ പാനപാത്രം താൻ കുടിക്കുക എന്നത്. ദൈവത്തിന്റെ ഇഷ്ടമാണ്. അത് കർത്താവിന് അറിയാം. നാം ചിലത് തിരിച്ചറിയണം.
ചില പാനപാത്രം കുടിക്കുക, ചിലതിൽ കൂടെ കടന്നു പോകുക പിതാവ് നമ്മുടെ മേൽ വച്ചിരിക്കുന്ന ദൗത്യമാണെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. അത് ചിലപ്പോൾ കഷ്ടതയായിരിക്കാം, ചിലപ്പോൾ വേദന ഉളവാക്കുന്നതായിരിക്കാം, ചിലപ്പോൾ പ്രയാസം ഉളവാക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഒറ്റപ്പെടേണ്ട അനുഭവങ്ങൾ ഉളവാക്കുന്നതായിരിക്കാം. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, അതിലേക്ക് ഞാൻ നിങ്ങളും ചലിക്കുവാനായിട്ടിടയെ തീർന്നാം. ഏത് ആത്മാവിനാലാണ് നാം മറ്റുള്ളവരിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നതെന്ന് തിരിച്ചറിയണം. എല്ലാം ഒരു ബ്ലെസ്സിങ്ങിന്റെ മൂവ്മെന്റിലേക്ക് ഞാൻ നിങ്ങൾ ചലിക്കുവാനായിട്ട് ഇടയായി തീരരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവ ഇതിന്റെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരാം, പക്ഷെ അതൊക്കെയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതാണെന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് ഞാൻ നിങ്ങൾ മൂവ് ചെയ്യുവാൻ തയ്യാറാക്കണം. സ്തോത്രം. തിരുവചനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അനേക കഷ്ടങ്ങളിൽ കൂടി കടന്ന് നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതിനാ കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുന്ന. സ്തോത്രം. പ്രിയതേ പൈതലേ, അങ്ങനെ ഈ പകൽക്കാല കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പൊ അങ്ങോട്ട് ഇഷ്ടം ചെയ്യാനൊന്ന് പഠിപ്പിക്കണമേ. അങ്ങോട്ട് ഇഷ്ടം എന്താണെന്ന് എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരണമേ. ഈ 3-ാം മാസത്തിലേക്ക് നാം കടന്നിരിക്കുമ്പോൾ കർത്താവ് എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ എന്നെ ഒരുക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാക്കുന്നു. കർത്താവിന്റെ പിതാവിന്റെ കരങ്ങളിലേക്ക് പുത്രൻ ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറായപ്പോ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി തന്നെ ശക്തീകരിച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവ പൈതലേ, നിന്നെ ശക്തീകരിക്കുന്ന പകൽക്കാലം അത്രേ. ഇന്ന് നീ ചില കഷ്ടതയുടെ മധ്യത്തിലായിരിക്കും നിൽക്കുന്നത്, ചില ഭാരമേറിയ വിഷയത്തിന്റെ നടുവിലായിരിക്കും നിൽക്കുന്നത്, എങ്ങനെ മൂവ് ചെയ്യുമെന്ന് അറിയാത്ത അനുഭവത്തിലായിരിക്കും നീ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് ഈ പകൽക്കാലം നിന്നെ വിധേയപ്പെടുത്തി കൊടുക്കുവാൻ തയ്യാറാകുമ്പോ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് അപ്പാ ഞാൻ ഇതിൽ കൂടി കടന്നു പോകണമെന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ അത് നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കുമ്പോ പ്രിയ ദൈവ പൈതലേ, നിന്റെ സ്വന്തം ശക്തി കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ നിനക്കതിനെ ജയിക്കുവാൻ കഴിയാത്ത അനുഭവമായിരിക്കാം. പക്ഷെ കർത്താവ് നിന്നെ ശക്തീകരിക്കുവാനായിട്ട് ഇടയായിത്തീരാ, കർത്താവ് നിന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരാ. നിന്നെ കൊണ്ട് അതിനെ നിവർത്തിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ കർത്താവ് നിന്റെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കേ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന്. ആമേൻ. സ്തോത്രം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പ ഞങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ചില ഇഷ്ടങ്ങൾ ഉണ്ടല്ലോ കർത്താവേ, ആ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ ഏൽപ്പിച്ച് തരുന്നു. അപ്പാ അത് ഞങ്ങളെ പഠിപ്പിക്കണമേ, അത് ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ, അത് ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കുമറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇച്ഛകളും ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒത്തിരി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടപ്പാ. ഈ പൽക്കാലം ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു ഇഷ്ടം നിറവേറേണ്ടതിനായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. അപ്പൊ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു കർത്താവേ. അതിനുള്ള ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ഇഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞങ്ങളുടെ കർത്താവേ അങ്ങയുടെ ഇഷ്ടങ്ങളിലേക്ക് ഞങ്ങളെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പാ അവരുടെ ജീവിതത്തിനകത്ത് കർത്താവേ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനയുടെയും മധ്യത്തിൽ അതിനകത്തുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് അവര് തിരിച്ചറിഞ്ഞ് കർത്താവേ അങ്ങനെ ബലപ്പെടുവാൻ, അങ്ങനെ ശക്തീകരിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം അവിടുന്ന് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.